സ്ത്രീകളെ കാണുമ്പോൾ വികാരം വരിക എന്നുള്ളത് പുരുഷന്മാർക്കിടയിൽ നോർമലാണ്. അങ്ങനെ വരാത്തവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പറഞ്ഞത് ഒരു മുസ്ലിമായ സഹോദരനല്ല, അമുസ്ലിമായ സഹോദരനാണ്. അതുകൊണ്ടാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്ത്രീകൾ അന്യപുരുഷന്മാർക്കിടയിലൂടെ നടക്കുമ്പോൾ അവരുടെ ഔറത്ത് മറക്കണമെന്ന്, അവരുടെ ശരീരം മറക്കണമെന്ന്. അത് വികാരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യുക്തിവാദികളും ഇസ്ലാമിനെ എതിർക്കുന്നവരും പറയുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവരെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കാണുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ടല്ല കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ ശരീരത്തെ സംരക്ഷിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതല്ലേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഉമ്മ, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, അതുപോലെ തന്നെ നമ്മുടെ പെങ്ങന്മാർ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ളവർ ഇവരെ നോക്കിക്കൊണ്ട് വെള്ളമിറക്കുമ്പോൾ, ഇവരെ മോഹിക്കുമ്പോൾ, എടാ അങ്ങോട്ട് നോക്കടാ, എന്ത് നല്ല ചരക്കാടാ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബാപ്പക്ക് സഹിക്കാൻ കഴിയോ? ഒരു ഭർത്താവിനത് താങ്ങാൻ കഴിയോ? ഒരാങ്ങളക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയോ? ഇല്ല, സഹിക്കൂല. അത് ഈ ആങ്ങളമാരുടെ അല്ലെങ്കിൽ ബാപ്പമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ അവരുടെ വിവരം അറിയും. അപ്പോൾ ഇസ്ലാം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുകയാണ്, അതല്ലാതെ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുകയല്ല ചെയ്യുന്നത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.